ഹായ് സ്റ്റുഡൻസ്, MR ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. അതിൽ ഒരു യൂണിഫോംലി ചാർജ്ഡ് വയർ മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ ഗോസസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്തു. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്. ഗോസസ് തിയറത്തിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. അതിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റ് മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷനാണ്. യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റ്. ഇവിടെ നമ്മളൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റ് കൺസിഡർ ചെയ്യുകയാണ്. ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റാണ്. ഈ ഷീറ്റിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ബൈ അപ്ലൈയിങ് ഗോസസ് തിയറം. ഈ ഷീറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ കൂളം പെർ മീറ്റർ സ്ക്വയർ ആണ്. എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ട്, ലാംഡ. അതെന്തായിരുന്നു? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആയിരുന്നു, അല്ലെ? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചാർജ്. ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയയാണ്. അതായത് 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്ര ചാർജ്, യൂണിറ്റ് ഏരിയയിൽ എത്ര ചാർജ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ഷീറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്? കൂളം പെർ മീറ്റർ സ്ക്വയർ. ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ചാർജ് ഡിവൈഡ് ബൈ ഏരിയ ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അതുകൊണ്ട് യൂണിറ്റ് എന്താണ്? കൂളം പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഗോസസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് ഒരു ഗോഷിയൻ സർഫസ് ഇമാജിൻ ചെയ്യുകയാണ് വേണ്ടത്, അല്ലെ? ഫസ്റ്റ് നമ്മളൊരു ഗോഷിയൻ സർഫസ് ഇമാജിൻ ചെയ്യണം. ഇവിടെ ഞാനൊരു സിലിണ്ടറിക്കൽ സർഫസ് ആണ് എന്തായിട്ട് ഇമാജിൻ ചെയ്യുന്നത്? ഗോഷിയൻ സർഫസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗോഷിയൻ സർഫസ് വരക്കേണ്ടത്. ഈ രീതിയിലാണ് നമ്മൾ സിലിണ്ടർ വരക്കേണ്ടത്. സിലിണ്ടർ വരക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? പി എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണല്ലോ നമുക്ക് കണ്ടെത്തേണ്ടത്. പിക്ക് ചുറ്റും നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സിലിണ്ടറിന്റെ ഫ്ലാറ്റ് സർഫസ് വരക്കുക. പിക്ക് ചുറ്റും സിലിണ്ടറിന്റെ ഫ്ലാറ്റ് സർഫസ് വരക്കുക. ആ ഫ്ലാറ്റ് സർഫസിന്റെ ഏരിയ ക്യാപിറ്റൽ എ ആണ്. ഇതാണ് വെക്റ്റർ എയുടെ ഡയറക്ഷൻ. എന്നിട്ട് നമ്മൾ ആ സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫസ് എങ്ങോട്ടേക്ക് വരക്കുക? ഷീറ്റിലേക്ക് വരക്കുക. അപ്പൊ ഇവിടുന്ന് ഷീറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. അപ്പൊ കേർവ്ഡ് സർഫസ് നമ്മൾ ഷീറ്റിലേക്ക് വരച്ചിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക? അത് ഷീറ്റിന്റെ പുറത്തേക്ക്, മീൻസ് പിറകു വശത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈക്വൽ ഡിസ്റ്റൻസ്. അപ്പൊ ഈ ഡിസ്റ്റൻസും എത്രയാണ്? 6. ഓക്കെ, ഇതാ ഫസ്റ്റ് നമ്മൾ വരക്കുന്നത് ഫ്ലാറ്റ് സർഫസ് ആണ്. ഫ്ലാറ്റ് സർഫസ് നമ്മൾ പിക്ക് ചുറ്റും വരക്കുന്നു. സിലിണ്ടറിന്റെ ഫ്ലാറ്റ് സർഫസിന്റെ ഏരിയ എത്രയാണ്? ക്യാപിറ്റൽ എ ആണ്. ആ ഫ്ലാറ്റ് സർഫസ് വരച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് കേർവ്ഡ് സർഫസ് വരക്കുക. ഷീറ്റിലേക്ക് കേർവ്ഡ് സർഫസ് വരക്കുക. പിന്നെ ഷീറ്റിൽ നിന്നും ആ കേർവ്ഡ് സർഫസ് പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ സിലിണ്ടർ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസും സിലിണ്ടറിന്റെ ഈ ഭാഗത്തുള്ള ലെങ്ത്തും സിലിണ്ടറിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്തും എന്ത് തന്നെയാണ്? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ എനിക്ക് ഈ സൈഡിലും ഒരു ഫ്ലാറ്റ് സർഫസ് കിട്ടും. ഓക്കെ, ഈ സൈഡിലും ഒരു ഫ്ലാറ്റ് സർഫസ് വരുന്നുണ്ട്. അപ്പൊ 2 ഫ്ലാറ്റ് സർഫസ് സിലിണ്ടറിന് ഉണ്ടാവുമല്ലോ. 2 ഫ്ലാറ്റ് സർഫസിന്റെയും ഏരിയ, സിലിണ്ടറിന്റെ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അതുകൊണ്ട് 2 ഫ്ലാറ്റ് സർഫസിന്റെയും ഏരിയ എന്ത് തന്നെയാണ്? വെക്റ്റർ എ തന്നെയാണ്. അതായത് ഇതാണ് ചാർജ്ഡ് ഷീറ്റ് എന്ന് കരുതുക. ഇതാണ് ചാർജ്ഡ് ഷീറ്റ്, ഇതാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റ്. ഈ ഷീറ്റിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്താൻ നമ്മൾ ഈ രീതിയിലാണ് ഗോഷിയൻ സർഫസ് ഇമാജിൻ ചെയ്യുന്നത്. ഗോഷിയൻ സർഫസിന്റെ ഷേപ്പ് എന്താണ്? സിലിണ്ടറിക്കൽ ഷേപ്പാണ്, അല്ല? ഗോഷിയൻ സർഫസിന്റെ ഷേപ്പ് സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്താൻ ഇതിന് ചുറ്റും നമ്മൾ എ ഏരിയ ഉള്ള ഫ്ലാറ്റ് സർഫസ് കൺസിഡർ ചെയ്യുന്നു. അത്രയും ഏരിയ നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അത് ഈ ഷീറ്റിലൂടെ പെനിട്രേറ്റ് ചെയ്ത് ഈക്വൽ ഡിസ്റ്റൻസ് പിറകോട്ടേക്ക് വരുന്നു. ഈ ഏരിയയും എ ആണ്, ഈ ഏരിയയും എ ആണ്. ഓക്കെ, അതായത് സിലിണ്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസിന്റെ ഏരിയ എത്രയാണ്? ക്യാപിറ്റൽ എ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ ഗോഷിയൻ സർഫസ് വരക്കേണ്ടത്. ഇനി ഈ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന ഈ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകേണ്ടത്, അല്ലെ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഈ സിലിണ്ടറിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്തണം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഗോഷ്യൻ സർഫസ് വരക്കുക എന്നുള്ളതായിരുന്നു. നമ്മളിവിടെ ഗോഷ്യൻ സർഫസ് വരച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ ഗോഷ്യൻ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടെത്തണം.
ഓക്കെ, നമുക്കറിയാം ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ചാർജ് ഷീറ്റ് മൂലം പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? അലോങ് ദിസ് ഡയറക്ഷൻ ആയിരിക്കും. ഈ ഏരിയക്ക് ഫ്ലാറ്റ് സർഫസിന് നോർമൽ ആയിട്ടാണ് ആരുടെ ഡയറക്ഷൻ ഉണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡിന്റെ വെക്ടർ ഇയുടെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇവിടെയാണ് പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ടാവുക. ഇവിടെയാണ് നമ്മൾ ആ പോയിന്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ടാവുക. ഇവിടെയാണ് നമ്മൾ പോയിന്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പൊ ഈ രീതിയിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായതുകൊണ്ട് തന്നെ അത് ഈ ഫ്ലാറ്റ് സർഫസിന് നോർമൽ ആയിട്ടാണ് വരുന്നത്. ഇനി ഇവിടെയാണ് ഞാൻ ആ പോയിന്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിലോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ഇതാണ് വെക്ടർ ഇയുടെ ഡയറക്ഷൻ, വെക്ടർ എയുടെ അതേ ഡയറക്ഷൻ. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ രണ്ട് ഫ്ലാറ്റ് സർഫസിനും നോർമൽ ആയിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ രണ്ട് ഫ്ലാറ്റ് സർഫസിനും നോർമൽ ആയിട്ടാണ്. അപ്പൊ ഇവിടെയും വെക്ടർ ഇക്കും വെക്ടർ എക്കും ഇടയിലുള്ള ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. ഇവിടെയും വെക്ടർ ഇക്കും വെക്ടർ എക്കും ഇടയിലുള്ള ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. ഇനി ഞാൻ കേർവ്ഡ് സർഫസിൽ, ഇതാണ് നമ്മുടെ കേർവ്ഡ് സർഫസ്, കേർവ്ഡ് സർഫസിൽ ഞാൻ എ എന്ന ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, കേർവ്ഡ് സർഫസിൽ ഞാൻ എ എന്ന ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഏരിയ എന്ന് പറയുന്നത് നോർമൽ. വെക്ടർ എയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് വരിക അല്ലെ? പക്ഷെ ഈ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവർക്കിടയിലുള്ള ആംഗിൾ, വെക്ടർ ഇക്കും വെക്ടർ എക്കും ഇടയിലുള്ള ആംഗിൾ കേർവ്ഡ് സർഫസിൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഫ്ലാറ്റ് സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും സെയിം ആണ്. രണ്ട് ഫ്ലാറ്റ് സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ മാക്സിമം ആണ്. എന്നാൽ കേർവ്ഡ് സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ. കേർവ്ഡ് സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ. നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഇതാണ് ചാതുര ഷീറ്റ്. ഓക്കെ, എൻ്റെ കൈയാണ് ചാതുര ഷീറ്റ്. ഇതാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ് ആയിട്ടുള്ള സിലിണ്ടർ. അപ്പൊ ചാതുര ഷീറ്റിൽ നിന്നും വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒക്കെ ഈ രീതിയിലാണ് ഉണ്ടാവുക. ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഷീറ്റിന് നോർമൽ ആയിട്ട് ഈ രീതിയിലാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. അപ്പൊ ഇതാണ് ഫ്ലാറ്റ് സർഫസ് എങ്കിൽ ഫ്ലാറ്റ് സർഫസിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഫ്ലാറ്റ് സർഫസിന് നോർമൽ ആയിട്ട് ഇങ്ങോട്ടേക്കാണ്. അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡും വരിക. ഞാൻ ഇപ്പുറത്തെ സൈഡിലെ ഫ്ലാറ്റ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലാറ്റ് സർഫസിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡും വരിക. എന്നാൽ ഞാൻ കേർവ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ കേർവ്ഡ് സർഫസിൽ നിന്ന് വരക്കുന്ന ഏരിയ വെക്ടർ നോർമൽ ആയിട്ട് മുകളിലോട്ടേക്കാണ് ഉണ്ടാവുക. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രിയാണ് അല്ലേ? അതായത് കേർവ്ഡ് സർഫസിന്റെ ഏരിയ വെക്ടറിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട് കേർവ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സിന്റെ വാല്യൂ 0 ആണ്. ഫ്ലാറ്റ് സർഫസുകളുടെ കേസിലോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് ഫ്ലാറ്റ് സർഫസുകളിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ മാക്സിമം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആരെ കൺസിഡർ, ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആരെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല? കേർവ്ഡ് സർഫസിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം കേർവ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി? രണ്ട് ഫ്ലാറ്റ് സർഫസുകളെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആ രണ്ട് ഫ്ലാറ്റ് സർഫസുകളിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണോ അതാണ് ഈ സിലിണ്ടറിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഫ്ലാറ്റ് സർഫസിന്റെ കേസിൽ വെക്ടർ ഇയും വെക്ടർ എയും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. നമുക്കറിയാം ഫ്ലക്സിന്റെ ഇക്വേഷൻ ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എ എന്നാണ്. ഇ ഡോട്ട് എ അല്ലെങ്കിൽ ഇ എ കോസ് തീറ്റ. ഒന്നാമത്തെ ഫ്ലാറ്റ് സർഫസിന്റെ കേസിൽ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. അപ്പൊ ഫൈ 1 ഈക്വൽ ടു ഇ എ കോസ് 0. കോസ് 0ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ ഫൈ 1 ഈസ് ഈക്വൽ ടു എന്താണ്? ഇ എ. രണ്ടാമത്തെ ഫ്ലാറ്റ് സർഫസ് ഇതാണ്. ഇവിടെയും വെക്ടർ ഇയും വെക്ടർ എയും സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ രണ്ടാമത്തെ ഫ്ലാറ്റ് സർഫസിന്റെ കേസിൽ ഫൈ 2 ഈസ് ഈക്വൽ ടു ഇ എ കോസ് 0 തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഇ എ, സിൻസ് കോസ് 0 ഈക്വൽ ടു 1.
നമ്മൾ കേർവ്ഡ് സർഫസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? കേർവ്ഡ് സർഫസിന്റെ കേസിൽ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആണ്. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ ഫ്ലക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഈ സിലിണ്ടറിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് Φ ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് Φ ഈസ് ഈക്വൽ ടു Φ1 പ്ലസ് Φ2 ആണ്. ദാറ്റ് ഈസ് EA പ്ലസ് EA ഈസ് ഈക്വൽ ടു 2EA. ഇതാണ് ഈ ഗോഷ്യൻ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്. Φ ഈസ് ഈക്വൽ ടു 2EA. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഗോഷ്യൻ സർഫസ് വരച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഈ ഗോഷ്യൻ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്തി. എന്താണ് ഇക്വേഷൻ? Φ ഈസ് ഈക്വൽ ടു 2EA. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് അല്ലേ? മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഗോസസ് തിയറം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഗോസസ് തിയറത്തിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഗോസസ് ലോ Φ ഈസ് ഈക്വൽ ടു എന്താണ്? 1/ε0 സിഗ്മ Q ആണ്. Φ ഈസ് ഈക്വൽ ടു 1/ε0 സിഗ്മ Q. വാട്ട് ഈസ് സിഗ്മ Q? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സിലിണ്ടർ. സിലിണ്ടറിന്റെ അകത്തുള്ള ടോട്ടൽ ചാർജ് ആണ് സിഗ്മ Q അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുക, ഇതാണ് സിലിണ്ടർ, ഇതാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. ഈ ക്ലോസ്ഡ് സർഫസിന്റെ അകത്തുള്ള ടോട്ടൽ ചാർജ് ആണ് നമുക്ക് കണ്ടെത്തുന്നത്. ഈ ക്ലോസ്ഡ് സർഫസിന്റെ അകത്ത് ഇത്രയും ഏരിയയിലാണ് ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതും ഷീറ്റിന് പുറത്താണ്, ഇതും ഷീറ്റിന് പുറത്താണ്. ഇത്രയും ഏരിയയിലാണ് എന്ത് എൻക്ലോസ് ചെയ്തിട്ടുള്ളത്? ഇത്രയും ഏരിയയിലാണ് ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുള്ളത്. എത്രയാണ് ഈ ഏരിയ? ഞാൻ പറഞ്ഞു, സിലിണ്ടറിന്റെ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഈ ഫ്ലാറ്റ് സർഫസിന്റെ ഏരിയ ക്യാപിറ്റൽ A ആണ്, ഈ ഏരിയയും ക്യാപിറ്റൽ A ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ എത്ര തന്നെയാണ്? ക്യാപിറ്റൽ A ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സിഗ്മ Q എന്ന് പറയുന്നത് എന്താണ്? ഈ ഏരിയയിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ ചാർജ് ആണ്. സിഗ്മ Q എന്ന് പറയുന്നത് ഈ ഏരിയയിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ ചാർജ് ആണ്. യൂണിറ്റ് ഏരിയയിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ ചാർജ് എത്രയാ? അതാണ് സ്മോൾ ലെറ്റർ സിഗ്മ, സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താണ്? 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ അടങ്ങിയിട്ടുള്ള ചാർജ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ യൂണിറ്റ് ഏരിയയിൽ അടങ്ങിയിട്ടുള്ള ചാർജ് ആണ് സിഗ്മ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ A ഏരിയ അടങ്ങിയിട്ടുള്ള ചാർജ്, ക്യാപിറ്റൽ A മീറ്റർ സ്ക്വയർ ഏരിയയിൽ അടങ്ങിയിട്ടുള്ള ചാർജ് എത്രയായിരിക്കും? സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ A ആയിരിക്കും. ഓക്കെ, യൂണിറ്റ് ഏരിയയിൽ 1 മീറ്റർ സ്ക്വയർ ഏരിയ അടങ്ങിയിട്ടുള്ള ചാർജ് ആണ് സിഗ്മ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ A മീറ്റർ സ്ക്വയർ ഏരിയയിൽ അടങ്ങിയിട്ടുള്ള ചാർജ് ആണ് സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ A. അപ്പൊ ടോട്ടൽ ചാർജ് സിഗ്മ Q എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ A ആണ്. ഈ സിഗ്മ സമ്മേഷൻ ആണെന്ന് ഓർമ്മിക്കുക. ഈ സിഗ്മയാണ് എന്ത്? സർഫസ് ചാർജ് ഡെൻസിറ്റി. ക്ലിയർ ആയോ? ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിക്കുക. Φ ഈസ് ഈക്വൽ ടു എന്താണ്? According to Gauss's law, 1/ε0 times total charge enclosed by the closed surface. Electric flux over a closed surface in free space is equal to 1/ε0 times total charge enclosed by that surface. ഇവിടെ നമ്മൾക്ക് കണ്ടെത്തേണ്ടത് ഈ ഗോഷ്യൻ സർഫസിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ ചാർജ് എത്രയാണെന്നാണ്. ഈ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിലുള്ള, ഈ ഗോഷ്യൻ സർഫസിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ചാർജ് എത്ര? ഞാൻ പറഞ്ഞു, ഈ സിലിണ്ടറിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ചാർജ് ഉള്ളത്. ഇവിടെ നിങ്ങോട്ടേക്കും ചാർജ് ഇല്ല, ഇവിടെ നിങ്ങോട്ടേക്കും ചാർജ് ഇല്ല. ഈ ഒരു ഏരിയയിൽ മാത്രമാണ്, ഈ ഒരു ഏരിയയാണ് ഈ ഷീറ്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് എന്തുള്ളത്? ചാർജ് ഉള്ളത്. എത്ര ഏരിയയിൽ? ക്യാപിറ്റൽ A ഏരിയയിൽ. ഷീറ്റിന്റെ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഉള്ള ചാർജ് എത്രയാ? സിഗ്മയാണ്. അതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ ക്യാപിറ്റൽ A മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ചാർജ് എത്രയായിരിക്കും? സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ A. ടോട്ടൽ ചാർജ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് Φ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? Φ ഈസ് ഈക്വൽ ടു 1/ε0 സിഗ്മ ക്യാപിറ്റൽ A. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് എന്താണ്? സെയിം ആണ്. അപ്പൊ റൈറ്റ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു EA ഈക്വൽസ് 1/ε0 സിഗ്മ A. രണ്ട് ഭാഗത്തും A ഏരിയ ക്യാൻസൽ ആയി. ബാക്കി വരുന്നത് എന്താണ്?
2E is equal to sigma by epsilon 0 or E equal to എന്താ കിട്ടുന്നത് sigma divided by 2 epsilon 0. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റ്. യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണെന്ത് E ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഡിസ്റ്റൻസ് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം r എന്ന ടേം ഈ ഇക്വേഷനിൽ വരുന്നില്ല അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ r. r എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ? ഓക്കെ, താങ്ക് യു.